രാജ്യത്തെ അണ്ടർ ഗ്രാജുവേറ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ പ്രവേശന യോഗ്യത നിശ്ചയിക്കുന്ന ദേശീയ പരീക്ഷ നീറ്റ് എഴുതിയ 22 ലക്ഷം വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും അനിശ്ചിതത്വത്തിലും നിരാശയിലുമാഴ്ത്തിക്കൊണ്ടാണ് പരീക്ഷാ ചുമതലയുള്ള ദേശീയ പരീക്ഷാ അതോറിറ്റിയുടെ മെയ് 3 നടന്ന പരീക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം പുറത്തു വന്നത്. അത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാത്രം പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ട യുവതലമുറയോടുള്ള ഭരണകൂടത്തിന്റെ കുറ്റകരമായ സമീപനത്തെയാണ് തുറന്നുകാട്ടുന്നത്. രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പൊതുപ്രവേശന പരീക്ഷയുടെ കുത്തക അധികാരം NDA വഴി കേന്ദ്ര സർക്കാർ കൈയടക്കിയത് 2017 മോദി ഭരണത്തിലാണ്. അത് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ അവഗണിച്ചുകൊണ്ടാണെന്ന് മാത്രമല്ല, കേന്ദ്ര നീക്കത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളതായും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പഠന നിലവാരത്തിൽ പിന്നാക്കം നിൽക്കുന്ന മേഖലയിൽ നിന്നുള്ള വരേണ്യ തൽപര വിഭാഗങ്ങൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് അനർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ആരോപണങ്ങളിൽ ഒന്ന്. ദേശീയ പ്രവേശന പരീക്ഷകളുടെ ചുമതല NDAയിൽ നിക്ഷിപ്തമാക്കിയതിനെ തുടർന്നുള്ള കുറഞ്ഞ കാലയളവിൽ അതിന്റെ പ്രകടനം പരിശോധിച്ചാൽ ആരോപണങ്ങൾ അപ്രസക്തമല്ലെന്ന് വ്യക്തമാവും. ഇപ്പോഴും 2024 പ്രവേശന പരീക്ഷയിൽ നടന്ന അട്ടിമറികളുടെ പ്രഭവ കേന്ദ്രം മാത്രം പരിശോധിച്ചാൽ അത് നിഷ്പക്ഷമതികൾക്ക് ബോധ്യപ്പെടും. 2024 നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ പശ്ചാത്തലത്തിൽ മുൻ ISRO ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നിയോഗിക്കപ്പെട്ട 7-അംഗ സമിതി കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തുന്നത് സംബന്ധിച്ച് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ അപ്പാടെ അവഗണിക്കപ്പെട്ടതാണ് ഇപ്പോഴത്തെ കൂടുതൽ വിപുലമായ അട്ടിമറിയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാകും. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതാണ് ഇപ്പോഴത്തെയും 2024 പ്രശ്നങ്ങളുടെ പിന്നിലെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതാവട്ടെ, രാജ്യത്ത് നടക്കുന്ന വിവിധങ്ങളായ പ്രവേശന പരീക്ഷകളെ വൻ വ്യവസായമാക്കി മാറ്റിയ പരിശീലന കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റിയാണെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. ഈ വ്യവസായ ശൃംഖലയെ പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്നതായിരുന്നു രാധാകൃഷ്ണൻ സമിതിയുടെ സുപ്രധാന നിർദ്ദേശം. അത് കാര്യക്ഷമമായി നടപ്പാക്കാൻ NDA യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. NDAയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും ചുമതലയുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത്. ലോകത്തെ തന്നെ ബൃഹത്തമായ പ്രവേശന പരീക്ഷ ഏജൻസികളിൽ ഒന്നായ NDA രാധാകൃഷ്ണൻ സമിതിയുടെ ശുപാർശ പ്രകാരം സ്വതന്ത്രവും കാര്യക്ഷമവുമായി പരീക്ഷകൾ സംഘടിപ്പിക്കുന്നതിന് പകരം ഇപ്പോഴും പ്രവേശന പരീക്ഷ വ്യവസായത്തെ ആശ്രയിക്കുന്ന നിരുപദ്രവമാണെന്ന് കരുതാനാവില്ല. 2024 ഇപ്പോഴും ചോർത്തിയെടുത്ത ചോദ്യപേപ്പറുകൾ കൈമറിഞ്ഞത് ദശലക്ഷക്കണക്കിന് രൂപയ്ക്കാണെന്നാണ് വ്യക്തമാകുന്നത്. അത് കേവലം പരീക്ഷ വിജയിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു പറ്റം വിദ്യാർത്ഥികളോ അവരുടെ രക്ഷിതാക്കളോ മാത്രം ഉൾപ്പെട്ട ഒരു ഇടപാടാണെന്ന് കരുതാനാവില്ല. കാര്യക്ഷമവും സത്യസന്ധവും നീതിപൂർവമായ അന്വേഷണത്തിലൂടെ മാത്രമേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതിയുടെയും കച്ചവട താല്പര്യത്തിന്റെയും ആഴവും വേരുകളും കണ്ടെത്താനാവൂ. തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടി CBI അടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന മോദി സർക്കാരിൽ നിന്നും അത്തരമൊരു അന്വേഷണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. നീതിപൂർവമായ അന്വേഷണ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഉന്നതങ്ങളിൽ വരെ എത്തുമെന്ന ആശങ്കയാണ് ഈ അട്ടിമറിയുടെ ഇരകളും സ്വതന്ത്ര നിരീക്ഷകരും ഒരുപോലെ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ അട്ടിമറിയുടെ ഉത്തരവാദികളെ കണ്ടെത്തുന്നതിനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം അപര്യാപ്തമാണെന്ന് അട്ടിമറിയുടെ ഇരകളും രാജ്യം ആകെത്തന്നെയും വിശ്വസിക്കുന്നു. അത്തരം അന്വേഷണം പുതിയൊരു റിപ്പോർട്ടിനും ശുപാർശകളെന്ന ഒരിക്കലും നടക്കാത്ത പതിവ് മുറകൾക്കും അപ്പുറം അഴിമതിക്കാരെയും കുറ്റവാളികളെയും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനും അട്ടിമറികൾക്ക് അറുതി വരുത്തുന്നതിനും ഉതകുന്നതാകണം. അതിനാകട്ടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി NDA മേധാവി എന്നിവരടക്കം ഇപ്പോഴത്തെ അട്ടിമറിയിൽ നേരിട്ടും ധാർമ്മികമായും ഉത്തരവാദികളായ മുഴുവൻ പേരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് ആവശ്യം. അന്വേഷണത്തിനായി നിയോഗിക്കപ്പെട്ട ഏജൻസികളുടെ വിശ്വാസ്യതയും അവരുടെ നിഷ്പക്ഷതയും സംശയത്തിന്റെ നിഴലിലുമാകിയാൽ അന്വേഷണം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ വേണമെന്ന ഇരകളുടെയും പൊതു സമൂഹത്തിന്റെയും ആവശ്യമേറെ പ്രസക്തമാവുകയാണ്. അന്വേഷണത്തോടൊപ്പം NDA പിരിച്ചുവിടുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ സമ്പൂർണമായും ഉടച്ചു വാർക്കുന്നതിനെ പറ്റിയും തങ്ങളുടെ മുന്നിലുള്ള ആവശ്യം പരമോന്നത കോടതി ഭാവി തലമുറകളെ കരുതി അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കുമെന്നും രാജ്യം പ്രതീക്ഷിക്കുന്നു.